ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, വിച്ച് ഇസ് വാലിഡേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് വാലിഡേഷൻ? നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് നമ്മുടെ യൂസറിന്റെ അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഒക്കെ നീഡ്സും അതുപോലെ എക്സ്പെക്ടേഷൻസും ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ എൻഷുർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വാലിഡേഷൻ എന്ന് പറയുന്നത്. നമുക്ക് പറയാം, ഇറ്റ് എൻഷുർസ് ദാറ്റ് വി ബിൽഡ് ദ റൈറ്റ് പ്രോഡക്റ്റ്. അതാണ് വാലിഡേഷൻ ചെയ്യുന്നത്. നമുക്ക് ഇടയ്ക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നേക്കാം. നമ്മൾ വാലിഡേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഇന്റർചേഞ്ചബിളി ചിലപ്പോൾ യൂസ് ചെയ്തെന്നൊക്കെ വരാം. പക്ഷേ ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വാലിഡേഷൻ ഈസ് നോട്ട് ഈക്വൽ ടു വെരിഫിക്കേഷൻ. വാലിഡേഷൻ എന്ന് പറയുന്നത് ആർ വി ബിൽഡിംഗ് ദ റൈറ്റ് പ്രോസസ് എന്ന ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ, വെരിഫിക്കേഷന്റെ കേസിൽ ആർ വി ബിൽഡിംഗ് ദ പ്രോഡക്റ്റ് റൈറ്റ് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ഡൗൺ ഫോർ യു. നിങ്ങൾക്ക് ഇതിന്റെ ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ റൈറ്റ് പ്രോഡക്റ്റ് തന്നെയാണോ ബിൽഡ് ചെയ്യുന്നത് എന്നത് ചെക്ക് ചെയ്യാനാണ് വാലിഡേഷൻ എന്ന ടെർമിനോളജി നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, വെരിഫിക്കേഷനകത്ത് എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ റൈറ്റ് ആയിട്ട് തന്നെയല്ലേ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അൾട്ടിമേറ്റ്ലി വി ക്യാൻ സേ ദാറ്റ് ഈ വാലിഡേഷൻ എന്ന് പറയുന്നത് ഇറ്റ് എൻഷുർസ് ദാറ്റ് ദ സോഫ്റ്റ്വെയർ കൺഫേംസ് ടു യൂസർ നീഡ്സ്, ബിസിനസ് ഗോൾസ് ആൻഡ് ഫങ്ഷണൽ സ്പെസിഫിക്കേഷൻസ്. വാലിഡേഷൻ കഴിഞ്ഞ ഒരു സോഫ്റ്റ്വെയർ റെഡി ഫോർ ഡിപ്ലോയ്മെന്റ് ആൻഡ് യൂസ് എന്ന് നമുക്ക് അടിവരയിട്ട് പറയാനായിട്ട് സാധിക്കണം. പിന്നെ വാലിഡേഷനകത്ത് കുറച്ച് ആക്ടിവിറ്റീസും ടെക്നിക്സും ഒക്കെയാണ് വരുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് 3 തരത്തിലുള്ള വാലിഡേഷൻസ് ആണ്: റിക്വയർമെന്റ്സ് വാലിഡേഷൻ, ഡിസൈൻ വാലിഡേഷൻ, ടെസ്റ്റിംഗ് ബേസ്ഡ് വാലിഡേഷൻ. റിക്വയർമെന്റ് വാലിഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ റിക്വയർമെന്റ്സ് അനാലിസിസ് ചെയ്ത് അത് SRSനകത്ത് ഡോക്യുമെന്റ് ചെയ്യുമല്ലോ. അപ്പൊ നമ്മൾ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള എല്ലാ റിക്വയർമെന്റ്സും പ്രോപ്പർ ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് യൂസർ എക്സ്പെക്ടേഷൻസിനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യണം. അതാണ് റിക്വയർമെന്റ്സ് വാലിഡേഷനകത്ത് ചെയ്യുന്നത്. അതിനകത്ത് പല ടെക്നിക്സും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ലൈക്ക് റിക്വയർമെന്റ്സ് റിവ്യൂ ചെയ്യാം, ടീം അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡർ വാക്ക് ത്രൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ റിക്വയർമെന്റ്സ് റിവ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പിംഗ് ചെയ്യാം, അതായത് ഏർലി ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു വർക്കിംഗ് മോഡൽ ഏർലി മോക്കപ്പ് ബിൽഡ് ചെയ്യാണ്, റിക്വയർമെന്റ്സ് പ്രോപ്പർ തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. യൂസ് കേസ് അനാലിസിസ് ചെയ്യാം, അതായത് സെനാരിയോ ബേസ്ഡ് വെരിഫിക്കേഷൻ ഓഫ് കംപ്ലീറ്റ്നെസ് ചെയ്യാം. അതാണ് യൂസ് കേസ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസൈൻ വാലിഡേഷൻ ആണ്. വാലിഡേറ്റ് ചെയ്തിട്ടുള്ള റിക്വയർമെന്റ്സ് വാലിഡേഷനകത്ത് അതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഡിസൈൻ ആ വാലിഡേറ്റഡ് റിക്വയർമെന്റ്സിന് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഈ ഡിസൈൻ വാലിഡേഷനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്ന ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ റിവ്യൂസ്. നേരത്തെ റിക്വയർമെന്റ് റിവ്യൂ ആണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഡിസൈൻ റിവ്യൂസ് ചെയ്യാം, അതായത് സ്റ്റേക്ക് ഹോൾഡർ ഫീഡ്ബാക്ക് എടുക്കുക, അതായത് സിസ്റ്റം ആർക്കിടെക്ചറും ഡിസൈൻ ഡിസിഷൻസും എല്ലാം സ്റ്റേക്ക് ഹോൾഡറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളതാണ് ഡിസൈൻ റിവ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രോട്ടോടൈപ്പ് ഫോർ ഹൈ റിസ്ക് ഏരിയാസ്. അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയാസിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ പ്രോട്ടോടൈപ്പിംഗ് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അതാണ് ഡിസൈൻ വാലിഡേഷനകത്ത് വരുന്നത്. ദെൻ ടെസ്റ്റിംഗ് ബേസ്ഡ് വാലിഡേഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. ഇതിൽ നമുക്ക് 5 തരത്തിലുള്ള ടെസ്റ്റിംഗ് വരുന്നുണ്ട്. 1 by 1 ആയിട്ട് നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ആണ്. സിസ്റ്റം മീറ്റ്സ് ദ ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതാണ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ യൂസർ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ആവാം. അത് കണ്ടക്ട് ചെയ്യുന്നത് എൻഡ് യൂസേഴ്സ് ആയിരിക്കും. റിയൽ വേൾഡ് സെനാരിയോസിനകത്തായിരിക്കും ഈ പറയുന്ന യൂസർ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. യൂസർ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് കേട്ടോ. ഇനി ഇതല്ലെങ്കിൽ വേണമെങ്കിൽ ഓപ്പറേഷണൽ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ഉണ്ട്, OAT. പ്രൊഡക്ഷൻ ലൈക്ക് എൻവയോൺമെന്റ്സിലെ സിസ്റ്റത്തിന്റെ പെർഫോമൻസ് വാലിഡേറ്റ് ചെയ്യുക, അതാണ് ഓപ്പറേഷണൽ ആക്സെപ്റ്റൻസ് ടെസ്റ്റിങ്ങിനകത്ത് ചെയ്യുന്നത്. ദെൻ വരുന്നതാണ് കോൺട്രാക്ട് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. കോൺട്രാക്ച്വൽ ടേംസിന്റെ അടുത്തുള്ള അഡ്ഹറൻസ് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് കോൺട്രാക്ട് ആക്സെപ്റ്റൻസ് ടെസ്റ്റിങ്ങിനകത്ത് വരുന്നത്. സോ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗിൽ ഈ 3 കേസസ് ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സിസ്റ്റം ടെസ്റ്റിംഗ്. കംപ്ലീറ്റ് സിസ്റ്റം, അതായത് ഇന്റഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സിസ്റ്റം ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വാലിഡേറ്റ് ചെയ്യാം, വാലിഡേഷൻ ചെയ്യാം. ഓക്കെ, അതാണ് സിസ്റ്റം ടെസ്റ്റിംഗിൽ ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ബീറ്റ ടെസ്റ്റിംഗ് ആണ്.
ഒരു ലിമിറ്റഡ് ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ്, ഫ്രണ്ട്ലി യൂസേഴ്സിന് എന്ത് ചെയ്യും, ഈ സോഫ്റ്റ്വെയർ റിലീസ് ചെയ്യും. എന്നിട്ട് പബ്ലിക് റിലീസ് ചെയ്യുന്നതിന് മുൻപ് അവരുടെ പക്കൽ നിന്ന് ഫീഡ്ബാക്ക് ഗ്യാദർ ചെയ്യാണ് ബീറ്റ ടെസ്റ്റിംഗിൽ ചെയ്യുന്നത്. നൗ ഫോർത്ത് വൺ എന്ന് പറയുന്നത് എൻഡ് യൂസർ ടെസ്റ്റിംഗ്. ഇതിനകത്ത് ചെയ്യുന്നത് ആക്ച്വൽ യൂസേജ് പാറ്റേൺസും സെനാരിയോസും ഒക്കെ സിമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് റിയൽ വേൾഡ് യൂസബിലിറ്റി എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് എൻഡ് യൂസർ ടെസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫീൽഡ് ടെസ്റ്റിംഗ് ആണ്. ആക്ച്വൽ ഡിപ്ലോയ്മെന്റ് എൻവയോൺമെന്റിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് എൻവയോൺമെന്റൽ കോമ്പാറ്റബിലിറ്റി വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫീൽഡ് ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് വാലിഡേഷൻ പ്രോസസ് സ്റ്റേജസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 4 എണ്ണമാണ് വരുന്നത്. പ്ലാനിങ്, എക്സിക്യൂഷൻ, ഡോക്യുമെന്റേഷൻ ആൻഡ് ഫീഡ്ബാക്ക്, സൈൻ ഓഫ്. ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഇതെല്ലാം വളരെ ഫെമിലിയർ ആയിരിക്കും. ബട്ട് എന്നിരുന്നാലും ഇതെല്ലാം നമുക്ക് ലോജിക്കലി കുറെ ആലോചിച്ചാൽ തന്നെ റിലേറ്റ് ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ. ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കാണെങ്കിൽ ആ രീതിയിൽ പഠിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള പ്രോസസ്സ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തവർ കടന്നു പോയിട്ടുള്ളത് കൊണ്ട് അവർക്ക് ഒന്നുകൂടെ കുറച്ചുകൂടെ നല്ല ഐഡിയ കാണുമെന്ന് മാത്രം. ബട്ട് സ്റ്റിൽ everyone has to study these concepts. Okay, so നമുക്ക് സ്റ്റേജസ് നോക്കാം. 4 എണ്ണമാണ് വരുന്നത്. പ്ലാനിങ്ങിനകത്ത് നമ്മൾ ചെയ്യും വാലിഡേഷന്റെ സ്കോപ്പ്, ടെക്നിക്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ക്രൈറ്റീരിയ ഫോർ സക്സസ്, അതെല്ലാം ഡിഫൈൻ ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് പ്ലാനിങ്ങിനകത്ത് ചെയ്യുന്നത്. അതെല്ലാം അങ്ങ് ഡിഫൈൻ ചെയ്തു വെക്കും. എക്സിക്യൂഷനകത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ടെസ്റ്റുകളും റിവ്യൂസും സിമുലേഷൻസും ഒക്കെ പെർഫോം ചെയ്ത് നോക്കും. എന്നിട്ട് എന്തെങ്കിലും ഡിസ്ക്രീപ്പൻസീസ് ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കും. അതാണ് എക്സിക്യൂഷനകത്ത് ചെയ്യുന്നത്. ആൻഡ് കമ്മിങ് ടു ദ തേർഡ് സ്റ്റെപ്പ് വിച്ച് ഇസ് ഡോക്യുമെന്റേഷൻ ആൻഡ് ഫീഡ്ബാക്ക്. നമുക്ക് അതൊന്നും തന്നെ മനസ്സിലാക്കാം. അതിനകത്ത് റിസൾട്ട്സ് ക്യാപ്ചർ ചെയ്യുക, യൂസർ ഫീഡ്ബാക്ക് എടുക്കുക, ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും ക്യാപ്ചർ ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഐട്രേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് ഐട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡോക്യുമെന്റേഷൻ ആൻഡ് ഫീഡ്ബാക്കിനകത്ത് ചെയ്യുന്നത്. ക്യാപ്ചർ റിസൾട്ട്സ്, യൂസർ ഫീഡ്ബാക്ക് ആൻഡ് ഇഷ്യൂസ്, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആവശ്യമെങ്കിൽ ഐട്രേഷൻ ചെയ്യും. ഓക്കെ, ഇൻ കേസ് ഫർദർ ഐട്രേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ. ആൻഡ് ഇൻ കേസ് ഓഫ് ഫോർത്ത് സ്റ്റെപ്പ് വിച്ച് ഇസ് സൈൻ ഓഫ്, അതിൽ എന്താണ് ചെയ്യുന്നത്? പ്രൊഡക്റ്റ് മീറ്റ്സ് എക്സ്പെക്ടേഷൻ എന്നുള്ള കൺഫർമേഷൻ നമ്മൾ സ്റ്റേക്ക് ഹോൾഡറുടെ പക്കൽ നിന്ന് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് സൈൻ ഓഫിൽ ചെയ്യുന്നത്. ഇത്രയാണ് വാലിഡേഷൻ പ്രോസസ് സ്റ്റേജസ്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇത്രയാണ് നമുക്ക് വാലിഡേഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ടെർമിനോളജീസ് എല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ലോജിക്ക് നമുക്ക് ഈസിലി മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, കോൺസെപ്റ്റ് പ്രോപ്പറായി മനസ്സിലാക്കി ടെർമിനോളജീസ് എല്ലാം ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിച്ചാൽ ഈ ഭാഗത്ത് നിന്ന് വരുന്ന ഏത് ക്വസ്റ്റിനും നമുക്ക് ഈസിലി ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വാലിഡേഷൻ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.